ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 21 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 22, 23 ശ്ലോകങ്ങൾ നോക്കാം. 22-ാമത്തെ ശ്ലോകം. വേദാനാം സാമവേദോസ്മി ദേവാനാം അസ്മി വാസവഃ ഇന്ദ്രിയാണാം മനശ്ചാസ്മി ഭൂതാനാം അസ്മി ചേതന. വേദാനാം വേദങ്ങളിൽ വച്ച്, സാമവേദഃ അസ്മി ഞാൻ സാമവേദമാകുന്നു. ദേവാനാം ദേവന്മാരിൽ, വാസവഃ അസ്മി ഞാൻ ഇന്ദ്രനാകുന്നു. ഇന്ദ്രിയാണാം മനശ്ച അസ്മി ഇന്ദ്രിയങ്ങളിൽ വച്ച് ഞാൻ മനസ്സാകുന്നു. ഭൂതാനാം ഭൂതജാലങ്ങളുടെ, ചേതനാഹ ജീവചൈതന്യവും അസ്മി ഞാനാകുന്നു. മുൻപ് പറഞ്ഞ ശ്ലോകത്തിൻ്റെയൊക്കെ തുടർച്ച തന്നെയാണിത്. വീണ്ടും ഓരോരോ കാര്യങ്ങളും ഭഗവാൻ തന്നെ എന്ന് എടുത്തെടുത്ത് പറയുന്നു എന്ന് മാത്രം. വേദങ്ങളിൽ വച്ച് ഞാൻ സാമവേദമാകുന്നു. ദേവന്മാരിൽ ഞാൻ ഇന്ദ്രനാകുന്നു. അതായത് ദേവന്മാരുടെ രാജാവാണ് ദേവേന്ദ്രൻ, ഇന്ദ്രനാകുന്നു. ഇന്ദ്രിയങ്ങളിൽ വച്ച് ഞാൻ മനസ്സാകുന്നു. ഭൂതജാലങ്ങളുടെ ജീവചൈതന്യവും ഞാനാകുന്നു. പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസങ്ങളുടെയും ശ്രേഷ്ഠമായ ഭാവം ഈശ്വരനാകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 23-ാമത്തെ ശ്ലോകം നോക്കാം. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരാക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരൂർശിഖരിണാമഹം. രുദ്രാണാം രുദ്രന്മാരിൽ, ശങ്കരഃ ശങ്കരൻ അഥവാ ശിവനും, യക്ഷരക്ഷസാം യക്ഷന്മാരിലും രാക്ഷസരിലും, വിത്തേശഃ ച ഞാൻ കുബേരനാകുന്നു. വിത്തേശ ച അസ്മി ഞാൻ കുബേരനാകുന്നു. അഹം ഞാൻ, വസൂനാം വസുക്കളിൽ വച്ച്, പാവകഃ അഗ്നിയാകുന്നു. ശിഖരിണാം ശിഖരങ്ങളിൽ വച്ച് അഥവാ പർവ്വതങ്ങളിൽ വച്ച്, മേരൂച്ച മഹാമേരു അസ്മി ഞാനാകുന്നു. രുദ്രന്മാരിൽ ഞാൻ ശിവനാകുന്നു അഥവാ ശങ്കരനാകുന്നു. യക്ഷരാക്ഷസരിൽ കുബേരനാകുന്നു. വസുക്കളിൽ വച്ച് ഞാൻ അഗ്നിയാകുന്നു. പർവ്വതങ്ങളിൽ വച്ച് ഞാൻ മഹാമേരു പർവ്വതമാകുന്നു. അതായത് എന്തൊന്നിൻ്റെയും ഏറ്റവും മഹത്തരമായത് ഞാനാണെന്ന് നീ കരുതുക. രുദ്രന്മാർ 11 പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനിയാണ് ശങ്കരൻ അഥവാ ശിവൻ. യക്ഷ രാക്ഷസ അധിപനായ കുബേരൻ അഥവാ വൈശ്രവണൻ ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ്. അപ്പോൾ യക്ഷരാക്ഷസന്മാരിൽ വച്ച് ഞാൻ വൈശ്രവണവൻ അഥവാ കുബേരനാകുന്നു. അഷ്ടവസുക്കൾ, 8 വസുക്കളാണുള്ളത്. അഷ്ടവസുക്കളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠനായത് അഗ്നിയാകുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അഷ്ടവസുക്കളിൽ വച്ച് ഞാൻ അഗ്നിയാകുന്നു എന്ന് പറയുന്നത്. അതുപോലെ പർവ്വതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവുമായ പർവ്വതമാണ് മഹാമേരു എന്നറിയപ്പെടുന്ന പർവ്വതം. അപ്പോൾ ഈ പർവ്വതങ്ങളിൽ വെച്ച് ഞാൻ മഹാമേരുവാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു പ്രതിഭാസത്തിൻ്റെയും ഏറ്റവും മഹത്തരമായ
ഭാവങ്ങൾ ഞാനാകുന്നു അഥവാ ഈശ്വരനാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകവും മുൻ ശ്ലോകങ്ങളുടെ തുടർച്ച തന്നെയാണ്. ശ്രേഷ്ഠവും മഹത്തരവുമായ സകലതും ഭഗവാന്റെ ഭാവങ്ങൾ തന്നെ എന്നു സാരം. അത് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അതാണ് ഈ ശ്ലോകങ്ങളിലൂടെ. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.